സംഭവം ഉണ്ടായത്. അയാൾക്കെതിരെ ചുമത്തിയത് തന്നെയാണ് ഈ പ്രതിക്കും ചുമത്തിയത്. എന്തുകൊണ്ട് ഇയാൾ കോളേജിൽ വിലസുന്നത്? ഞാൻ ഇത്രയും പ്രതിഷേധിക്കേണ്ടി വന്നു. 2 മാസം എടുത്തു ഒരു സസ്പെൻഷൻ കൊടുക്കാൻ. കൂടെ എനിക്ക് അതിലും വലിയ പണിഷ്മെന്റ്. ഇതാണ് ഇവിടുത്തെ നീതി, ഇതാണ് മുഖ്യമന്ത്രി. ആരാണ് എനക്കൊപ്പം? ആരാണ് എനക്കൊപ്പം? പിന്നെ ഷീന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഈ പ്രതിക്കൊപ്പം നിൽക്കുന്നത്. അവര് ഫണ്ട് എഴുതി വാങ്ങുന്നുണ്ട് എല്ലാ വർഷവും. രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ ഇല്ലീഗൽ ഇതായിട്ട് സീനിയോറിറ്റി മറികടന്ന് അവിടെ ഇരുന്നിട്ട് ഗുണ്ടായിസ കളിക്കുകയാണ്. ഇതെല്ലാം രാഷ്ട്രീയമാണ്. CPM-ന്റെ ഒത്താശയോടുകൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആരാണ് ലേഡീസിന്റെ കൂടെ? ആരാണ് എനക്കൊപ്പം? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. എനക്ക് അതിന് ഉത്തരം കിട്ടാതെ ഞാൻ തലസ്ഥാനത്ത് നിന്ന് പോകൂല. എന്നെയാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത്. എനക്കാണ് പണി. ഞാൻ ഇത് പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ്. അതായത് എന്റെ നേരെ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയാളെ ഞാൻ പ്രതികരിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ MP-ക്ക് സിനിമയിൽ അഭിനയിക്കാം, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് സിനിമയിൽ അഭിനയിക്കാം. ലിനി സിസ്റ്റർ ഹസ്ബൻഡിന് മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ജോലി വാങ്ങി കൊടുത്താൽ യൂട്യൂബ് ഉണ്ട്. എക്സൈസ്, പോലീസ് എല്ലാരും ചെയ്യുന്നുണ്ട്. എന്റെ കല്യാണം 15 വയസ്സിൽ കഴിഞ്ഞു, 19 ഡിവോഴ്സായി. ഞങ്ങളൊരു ഗ്രാമീൺ ഫാമിലിയാണ്. അപ്പൊ ഞാൻ 30 വർഷമായിട്ട് ഒറ്റക്കാ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ 49 ആയി. അപ്പൊ എനിക്ക് തോന്നി ഈ സമൂഹത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് പെണ്ണുങ്ങളെ നേരെ. അതായത് കരുവള്ളൂരിലെ കുറെ സഖാക്കന്മാര് വാതിൽ മുട്ടിയിട്ടുണ്ട്, വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്, തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് CPM-ന്റെ നേതാക്കന്മാര്. അപ്പൊ ഇതൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്നെ ട്രാൻസ്ഫർ ആക്കിയതിന്റെ കാരണം ഇവർ അതാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഒരാൾക്കെതിരെയും ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ശ്രീലുമൈ ലൈഫ് എന്ന് പറഞ്ഞ എന്റെ ലൈഫ്, എന്റെ പേര് ശ്രീലത എന്നാണ്. എന്റെ ലൈഫിൽ ആര് ചോദിച്ചിട്ടില്ല തെമാടിത്തരായാലും ഞാൻ പറയാം. അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിന്റെ മേലെയാണ് ഇപ്പൊ എന്നെ കോഴിക്കോടേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കാൻ പറ്റും. മീഡിയസും കൂടി എന്നോട് 2 മാസമായിട്ട് സഹകരിച്ചിട്ടില്ല. ഞാൻ റിപ്പോർട്ടറെ വിളിക്കുന്ന, ഏഷ്യാനെറ്റിനെ വിളിക്കുന്ന, ഇവരെല്ലാം ഫോൺ കട്ട് ചെയ്യുന്നു. ഇത്രമാത്രം പേടിക്കുന്ന ഈ ലോകത്ത് എങ്ങനെയാ ജീവിക്കുക? എനിക്ക് ജീവന് ഭീഷണിയുണ്ട്, എനിക്ക് ഈ പേടിയില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഒരു സാധാരണക്കാരോട് സഹകരിക്കാത്തെ? ഈ ഒരു സെലിബ്രിറ്റിന്റെ പ്രശ്നം വന്നപ്പോ നിങ്ങൾ എത്രമാത്രം ആഘോഷിച്ചു? അതിന് വലുതാ ഞാൻ നേരിട്ടത്. ഇപ്പോഴും ഞാൻ അവിടെ ഒറ്റപ്പെട്ടിട്ടേ ഉള്ളേ. ഇന്ന് എന്റെ ജോയിനിങ് ടൈം തീർന്നു. ഞാൻ ഇനി എയറിലാണ്. ഇനി എനിക്ക് സർവീസ് ബ്രേക്ക് ആണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കുന്നുണ്ട് ആസ് എ ഗവൺമെന്റ് എംപ്ലോയി നിലയിൽ. ഞാൻ ഇന്ന് പോയപ്പോ എന്നോട് DT നിന്നറിയ പറഞ്ഞേ, നിങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുന്നു. DT-നെ കാണാൻ അനുവദിച്ചില്ല. ഞാൻ അവിടെ ടോക്കൺ എടുത്തു, അനുവദിച്ചില്ല. ക്ലർക്കുമാരെ ഗുണ്ടായിസാണ് ഇതിന്റെ ബാക്കില്. പിന്നെ ഓരോ സർക്കാർ ഓഫീസും നിയന്ത്രിക്കുന്ന